ചെയ്തുകൊള്ളുന്നു. ഏകാന്ത പഥികൻ ഞാൻ, ഏകാന്ത പഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ ഞാൻ. നമ്മളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. പക്ഷെ ആരാണ് നമ്മളുടെ ഈ 250th സെലിബ്രേറ്ററി എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഇവിടെ ഇതുവരെ തല കാണിക്കാത്തൊരു വ്യക്തിയാണ്, അത്രയും ഞാൻ പറയാം. പക്ഷെ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആണ്. ഇൻഫാക്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കലാഭവനിലൂടെയും മിമിക്രിയിലേക്കും ഏഷ്യനെറ്റ് കുടുംബത്തിൽ നിന്നും സിനിമയിലേക്കും അദ്ദേഹം കാൽവെച്ചു. പിന്നീട് ഹി ഹാസ് നെവർ ലുക്ക്ഡ് ബാക്ക്. നിരവധി കഥാപാത്രങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഇദ്ദേഹം അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓണസ്റ്റ്ലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കോമഡി ഫിലിംസ് ആണ്. ഐ മീൻ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞാൻ മടിക്കുന്നൊന്നുമില്ല. ഐ വിൽ ടെൽ യു. മീശ മാധവൻ, CID മൂസ, തിളക്കം, പഞ്ചാബി ഹൗസ്, കല്യാണരാമൻ, ആൻഡ് ഇപ്പൊ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന പപ്പി അപ്പച്ച ആൻഡ് സോ മെനി മോർ. I'd like to welcome to Idea Star Singer Season 4 superstar Dileep. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4ന്റെ 250ാമത്തെ ഈ ആഘോഷവേള ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നടൻ ദിലീപേട്ടനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാണി ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണി വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ച പ്രിയേ വാണീദോഷമശേഷമാശു കളവാൻ എന്നാവിങ്കലത്യാദരം. ദിലീപേട്ട, ഇത്രയും വർഷം എവിടെയായിരുന്നു? ഞങ്ങളുടെ ഈ ഷോയിൽ 3-4 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. എന്തുറ്റി? കാരണം ഞാൻ ഈ ഷോ ആദ്യം കണ്ടപ്പോൾ മുതല് ഈ പറയുന്ന ഇവിടെ ടാലന്റ് ആയിട്ടുള്ള പെർഫോം ചെയ്യുന്ന കുട്ടികളെ എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട് ഇവിടെ ജഡ്ജ് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതിനൊന്നും ഞാൻ ആയിട്ടില്ല എന്നുള്ളൊരു സ്വയം വിലയിരുത്തലാണ് ഞാൻ ഇവിടുന്ന് മുങ്ങി നടക്കാൻ കാരണം. പിന്നെ ഞാൻ ഇന്ന് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 250ാമത്തെ എപ്പിസോഡാണ്. രഞ്ജിനിയുടെ മലയാളം ഒന്നും കൂടി ശരിയാവാനുണ്ട് എന്നുള്ളൊരു 3 വർഷമായി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു വളരെ ശുദ്ധമായ മലയാളത്തിൽ എന്ന് രഞ്ജിനി സംസാരിക്കുന്നു അന്ന് ഇവിടുന്ന് പുറത്താക്കുന്ന ഇവിടെ ഒരു അങ്ങനെയുണ്ട്. അപ്പൊ അത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമ അതില് പ്രധാനമായൊരു വേഷം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാലം ഏഷ്യാനെറ്റിലെ പച്ചമലയാളം പറഞ്ഞൊരു തൊഴിലാളിയായിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം അത്രയധികം കോമിക്കോള എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ആയിട്ട് ഞങ്ങൾ ഒരുപാട് കാലം ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. ശരിക്കും ആ കോമിക്കോള എന്ന് പറഞ്ഞതിൽ ആ ഒരു പ്രോഗ്രാമിൽ നിന്നാണ് ഞാൻ ശരിക്കും ജനങ്ങൾ എന്നെ തിരിച്ചറിയാനും എൻ്റെ ഒരു സിനിമ വന്നപ്പോൾ അവരത് കാണാനും
പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ ഈ പ്രേക്ഷകരുടെ പ്രോത്സാഹനം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സിനിമാല, അത് തുടങ്ങി വെച്ചത് ഞാനായിരുന്നു. അതും ഇതുപോലെ ഒരുപാട് എപ്പിസോഡുകൾ പോയി. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും ഏഷ്യനെറ്റിൻ്റെ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, അത്രയധികം ഓഡിയൻസ് ഉള്ളൊരു പ്രോഗ്രാമാണ്. കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. മൊത്തത്തിലൊരു സംസാരമുണ്ട്, സിനിമയെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും അപൂർവമായിട്ടാണ് ഇപ്പോൾ സിനിമയിൽ 100-ാം ദിവസം പോസ്റ്റർ ഒട്ടിക്കുന്നത്. എന്തായാലും 250-ാം ദിവസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ 250 എപ്പിസോഡുകളും പങ്കെടുത്ത ഇതിലെ കലാകാരന്മാരോടും ഇനി പങ്കെടുക്കാൻ പോകുന്നവരോടും അവരുടെ ടാലന്റ് മുമ്പിൽ എൻ്റെ ഒരു സല്യൂട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ നമ്മൾ അന്തം വിടുന്ന രീതിയിലാണ് പെർഫോം ചെയ്യുന്നതും അവരുടെ ബുദ്ധി എന്താ പറയുക, നമുക്ക് വില വയ്ക്കാൻ പറ്റാത്ത, നമ്മൾ ഒരു മാർക്കിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അവരെ വിലയിടുന്ന ഇവരെയും ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇവര് തെളിയിച്ച ആൾക്കാരാണ്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഇവിടെ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ ഗുരുസ്ഥാനത്ത് കാണുന്നത്. കാരണം ഞാനൊക്കെ എൻ്റെ ചെറുപ്രായത്ത് ക്രിക്കറ്റ് നടക്കുന്ന പ്രായം മുതൽ നമ്മൾ റേഡിയോയിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ശബ്ദമാണ് ജയേട്ടൻ്റെ ശബ്ദം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദം കൊടുത്ത് എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഒന്നല്ല, കുറച്ചധികം സിനിമകളിൽ. അതിൽ തിളക്കം എന്ന് പറഞ്ഞ സിനിമയിലാണ് ജയേട്ടൻ ഒരു പാട്ടിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അതിനുശേഷം നമ്മൾ തന്നെ നിർമ്മിച്ച കഥാവിശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി, ഗിരീഷേട്ടന് അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ടായി. അപ്പം ഇതെല്ലാം പാടിയതെല്ലാം ജയേട്ടനാണ്. അതുപോലെ കല്ലായിക്കടവത്ത് എന്ന് പറഞ്ഞിട്ട് പെരുമഴക്കാലത്തിലൊരു പാട്ട്, നീയൊരു പുഴ, ഏതായാലും തിളക്കത്തിലെ പാട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പാട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളിൽ പാടി അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ജയേട്ടന്റെ കൂടെ ഈ 250-ാം എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ സർവേശ്വരനോടും എൻ്റെ പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയണു. ദിലീപേട്ടാ, ഞാൻ ഈ പാപ്പി അപ്പച്ച സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് അത് റിലീസായിട്ട് കുറെ ദിവസമായി. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഐഡിയ സ്റ്റാർസ് ഷൂട്ട് ഒരു മാറ്റി വെക്കണല്ലോ. 250-ാമത്തെ എപ്പിസോഡ് അതൊക്കെ മാറ്റി വെച്ച് കൊടുക്കണം. ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ദിലീപേ, പറഞ്ഞ വാക്കങ്ങ് വലിച്ചെറി. ഏത്? അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു പാട്ട് ഞാൻ നോക്കി ഇത്രയും നാൾ ഏഷ്യാനെറ്റ് വരാതിരുന്നത് കാരണം ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഈ സംഗീതവുമായിട്ട് എനിക്ക് ബന്ധമില്ല. എത്രയോ പാട്ടുകൾ പാടി അഭിനയിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞ സംഗീതമായിട്ട് ബന്ധമില്ലെന്നൊക്കെ. അല്ല, അന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. കാരണം മഞ്ജു വിളിച്ച് പറഞ്ഞു, എന്നും കാലത്ത് ചേട്ടൻ 5 മണിക്ക് എണ്ണിച്ച് സാധകം ചെയ്യാറുണ്ട്, വാതാപി പാടാറുണ്ട്. അതാ 2 വരി ഒന്ന് പാടിക്കുക, വാതാപിയുടെ 2 വരി. അച്ഛേ, ഞാൻ വാതാപി ആയിരുന്നില്ല പാടിയത്. പിന്നെ എന്റെ ഒരു നോട്ട ഹരിമുരളി രൂപ. കാരണം വാതാപിയിലൊന്നും എനിക്കത്ര, വാതാപി എന്ന് പറയണതിന് വലിയ അല്ലെ ഒരു ഹരിമുരളി ഞാൻ പറയുമ്പോ അതൊക്കെ നിങ്ങൾ പാടി തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് പുതിയതാണ് ഞാൻ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ദിലീപേ, വാതാപിയും വേണ്ട, ഹരിമുരളീരവും വേണ്ട, നല്ല സംഗതിയുള്ള എന്നിലെ ഗായകനെ കാണുമ്പോ ഒരു ഭയമുണ്ട്, അതിന്റെയാണ്. അല്ല, നല്ല സംഗതിയുള്ള ആ പാട്ടുണ്ടല്ലോ, സാറേ സാറേ സാമ്പാർ. അതൊരു 2 വരി നമ്മുടെ പ്രേക്ഷകരെ അത് നെഞ്ചിലേറ്റി നടന്ന കുറെ കാലം. നെഞ്ചില നെഞ്ചില് തലയിൽ സാറുമാര് തലയിലേറ്റ് നടന്നത് തന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ പഠിപ്പിച്ചിരുന്ന സാറുമാരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ദ്രോഹമാണ് നമ്മൾ നിന്നോട് ചെയ്തത്, നീയൊക്കെ കാരണം ഇതുപോലുള്ള സിനിമകളിൽ ഇങ്ങനെ പാടുന്നോണ്ട് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും പിള്ളേര് നമ്മളെ വിളിച്ചിട്ട് സാറേ സാറേ സാമ്പാറേ, സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം, കാക്ക വിളമ്പം ഉപ്പേരി, പൂച്ച വിളമ്പം പുളിശ്ശേരി, നാക്കിലെ നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പം ചമ്മന്തി. സൂപ്പർ. അണ്ണാച്ചി എത്ര മാർക്ക് കൊടുക്കും 100-ല്? 100 താങ്ക് യു സോ മച്ച് ദിലീപേട്ട, ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ വന്ന് ഉദ്ഘാടനം നിർവഹിച്ചതിൽ. ഒരു മുല്ലപ്പൂ മാലയുമായി പാടി വന്ന മലയാള സിനിമ ഗാനരംഗത്ത് ഒരു പൂക്കാലം തീർത്ത നമ്മളുടെ ഭാവഗായകൻ,
ശ്രീ പി ജയചന്ദ്രൻ സാറിന് പുഷ്പഹാരം നൽകുന്നതിനായി ദിലീപേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നീലമല പൂങ്കുയിലേ നീ കൂടെ തോരുന്നോ, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ തോരുന്നോ, നിൻ നിലാവിന്റെ ചിരിയാൽ ഗായകൻ ഞാൻ ശ്രീ പി ഉണർന്നു, ജയചന്ദ്രൻ. നിന്നഴകാൽ. ഇദ്ദേഹത്തിന് വേണ്ടി ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 മലയാള സംഗീതത്തിലെ യുവതലമുറയുടെ ഒരു ഗുരുവന്ദനമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. മഞ്ഞലേ